വലിയ വീട് ദേവീ ക്ഷേത്രത്തിലെ ഉത്സവ മഹാമഹം നടക്കുകയാണ് ഇപ്പോൾ. ഐശ്വര്യദായിനിയും വരപ്രദായിനിയുമായ അമ്മ മഹാമായയാണ് കുടികൊള്ളുന്നത്. ശ്രീ വലിയവീട് ദേവീ ക്ഷേത്രത്തിലെ തിരുവുത്സവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ജനുവരി 19 മുതൽ 28 തീയതി വരെയുള്ള 10 ദിവസത്തിലെ മഹോത്സവമാണ്. ഈ നാടിൻ്റെയും ഈ ദേശത്തിൻ്റെയും മഹാ ഉത്സവമാണ് നടന്നു വരുന്നത്. ഷടാധാര പ്രതിഷ്ഠയുള്ള ഈ നാട്ടിലെ ഒരു അമ്പലം വലിയവീട് ദേവി ക്ഷേത്രമാണ്. അതിൻ്റെ തിരുമഹോത്സവമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. മാല ഘോഷയാത്ര, താലപ്പൊലിയു ഘോഷയാത്രയ്ക്ക് ഒരു 100, 150, 200ഓളം വനിതകളും പെൺകുട്ടികളും അണിനിരക്കുന്ന ഒരു വലിയ ഘോഷയാത്രയാണ് ഇവിടെ ഉള്ളത്. പൊങ്കാല മഹോത്സവത്തിനും ഇവിടെ ആൾക്കാർ ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഞങ്ങളുടെ നാട്ടിലെ വളരെ പഴക്കമുള്ള, ഞങ്ങളെല്ലാം കൊച്ചുകാലഘട്ടത്തിൽ ഉള്ള ഏറ്റവും പഴക്കമുള്ള ക്ഷേത്രത്തിൽ ഒന്നായിരുന്നു ഈ ക്ഷേത്രം എന്നത്. ഇപ്പോൾ നടക്കുന്ന ഉത്സവം പ്രതിഷ്ഠ കഴിഞ്ഞിട്ട് 25ാമത്തെ ഉത്സവമാണ്. 2000-ലാണ് ഇവിടെ ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠ നടന്നത്. ഇപ്പോൾ 25ആയി, 2025 കാലഘട്ടമായി. അപ്പോൾ വളരെ പുരോഗതിയും ദേവിയുടെ ദേവിയുടെ അനുഗ്രഹം ഈ നാട്ടിൽ വളരെയേറെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഞങ്ങൾക്ക് പണ്ട് 25 വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു സാഹചര്യത്തിലല്ല ഇന്നിപ്പോൾ ഉത്സവം നടക്കുന്നത്. വളരെ ഗംഭീരമായിട്ടും വളരെ ഭംഗിയായിട്ടും വളരെ ചിട്ടയോടുകൂടി 10 ദിവസത്തെ ഉത്സവം ഇവിടെ കൊണ്ടാടുകയാണ്. ഓരോ ദിവസവും നമ്മുടെ ഭക്തജനങ്ങളുടെ സാന്നിധ്യവും ദേവിയുടെ ഒരു ഐശ്വര്യം ഈ നാട്ടുകാർക്ക് വളരെ പ്രയോജനമായിരിക്കുന്നു. ഇപ്പോൾ വളരെ നല്ല രീതിയിൽ ഉത്സവം കൊണ്ടാടുന്നത് ദേവിയുടെ ഒരു കൃപാകടാക്ഷം കൊണ്ടാണ്. ഈ നാട്ടിലെ വളരെ പ്രധാനപ്പെട്ട ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ പ്രമുഖ സ്ഥാനമാണ് ഈ ക്ഷേത്രം വഹിക്കുന്നത്. വലിയവീട് ദേവി ക്ഷേത്രത്തിലെ എല്ലാ വർഷവും നടന്നു വരുന്ന ഉത്സവമാണ്. 10 ദിവസമാണ് ഉത്സവം. ആദ്യത്തെ ദിവസം ദേവിയെ പാടി കുടിയിരുത്തും. കൊടുങ്ങല്ലൂരിൽ നിന്ന് വിളിച്ച് ദേവിയെ ഇവിടുത്തെ വിഗ്രഹവുമായി ബന്ധിപ്പിച്ച് കുടിയിരുത്തുന്നു. അത് കഴിഞ്ഞ് 2ാമത്തെ ദിവസം ദാരികപുരമാണ്. ദേവി ജനിക്കുന്നതും ദാരികനെ കൊല്ലുന്ന ഭാഗമാണ്. അത് കഴിഞ്ഞ് 4ാം ദിവസം ദേവിയുടെ തൃക്കല്യാണമാണ്, ദേവിയുടെ കല്യാണം. അതിനെ മാലപ്പുറം എന്ന് പറയും. അതിന് ദേവിയുടെ ഭർത്താവ് പാലകനുമായിട്ടുള്ള വിവാഹ ചടങ്ങാണ്. ആ തോറ്റംപാട്ടിലൂടെ അന്ന് അവതരിപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് അതോടനുബന്ധിച്ച് പൊലിവ് പാട്ടുണ്ട്. ദേവി ഭർത്താവിൻ്റെ നാട്ടിൽ പോകുന്ന ഭാഗമാണ് പാടുന്നത്. അത് കഴിഞ്ഞ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് കൊന്നുതോറ്റ് പാട്ട്. 7ാം ദിവസം ദേവിയുടെ ഭർത്താവിനെ ചിലമ്പും കൊണ്ട് പോകുമ്പോൾ ചോഴയമ്പാണ്ടിയുടെ തട്ടാരും പാണ്ഡ്യരാജാവും കൂടെ വധിക്കുന്ന ഭാഗമാണ് 7ാം ദിവസത്തെ കൊന്നുതോറ്റുപാട്ട്. വധിച്ചതിന് ശേഷം ദേവി ഇതറിഞ്ഞ് ചെന്ന് ഭർത്താവിനെ തോറ്റിയെടുത്ത് ദൈവികമായിട്ട് കൊടുങ്ങല്ലൂർ, അത് പാലകൻ ക്ഷേത്രപാലകൻ കോവിൽ തോറ്റി ദേവി അവിടെ കുടിയിരുത്തും. അത് കഴിഞ്ഞ് 8ാം ദിവസവും 9ാം ദിവസവും ദേവി പാണ്ഡ്യരാജാവിനെയും തട്ടാരെയൊക്കെ വധിക്കുന്ന ഭാഗമാണ്. ഇതെല്ലാം വധിച്ചതിന് ശേഷം ദാരികന്റെ ശിരസും പാണ്ഡ്യന്റെ ശിരസുമൊക്കെ കൊണ്ട് കൈലാസപുരത്ത് തൂക്കി ഭൂമി ലോകത്ത് ഇരിക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥലം അച്ഛനോട് ചോദിക്കുകയും അച്ഛൻ അത് കൊടുങ്ങല്ലൂർ ഇരിക്കാനുള്ള സ്ഥലം കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ ദേവി നമ്മുടെ 10ാമത്തെ ദിവസം ദേവിയെ അവിടെ കുടിയിരിക്കുന്ന ഭാഗമാണ് 10ാമത്തെ ദിവസം. അതോടുകൂടി നമ്മൾ ദേവിയെ തിരിച്ച് കൊടുങ്ങല്ലൂർ ഉണ്ടാക്കുന്നതോടുകൂടി ഉത്സവം സമാപിക്കും.